എല്ലാവർക്കും നമസ്കാരം. 2026 വ്യാഴമാറ്റ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വർഷത്തെ വ്യാഴമാറ്റത്തെ നമുക്ക് 2 ഘട്ടങ്ങളായി തിരിക്കാം. കാരണം 2026 ജൂൺ 2-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുന്നുണ്ടെങ്കിലും അവിടെ അധികകാലം നിൽക്കാതെ അതിചാരമായി 2026 ഒക്ടോബർ 31-ന് ചിങ്ങം രാശിയിലേക്ക് മാറും. അതിനുശേഷം 2027 ജനുവരി 25-ന് വക്രഗതിയിൽ വീണ്ടും കർക്കിടക രാശിയിലേക്ക് തിരികെ വരികയും 2027 ജൂൺ 26 വരെ അവിടെ തുടരുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ ഈ വക്രഗതിയും ഉച്ചസ്ഥിതിയും അതിചാരവുമെല്ലാം മൂലം, പൂരാടം, ഉത്രാടം, ആദിപാദം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള ധനുക്കുറുകാർക്ക് നൽകാൻ പോകുന്ന ഫലങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് അഷ്ടമവ്യാഴത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സാമ്പത്തികപരമായും ആരോഗ്യപരമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുശേഷം 9-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ലഭിക്കുന്ന ആശ്വാസങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ധനുക്കുറുകാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട വർഷമാണിത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി വ്യാഴം 7-ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്നതിനാൽ കുടുംബസമാധാനം, വിവാഹകാര്യങ്ങളിലെ അനുകൂല തീരുമാനങ്ങൾ, സാമ്പത്തിക ലാഭം എന്നിവ പലർക്കും ലഭിച്ചു കാണും. എന്നാൽ 2026 ജൂൺ 2-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക്, അതായത് നിങ്ങളുടെ 8-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിലും സാമ്പത്തികപരമായ കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ സംഭവിക്കും. തുടർന്ന് 2026 ഒക്ടോബർ 31-ാം തീയതി വ്യാഴം അതിചാരമായി 9-ാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക്, അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നതോടെ അഷ്ടമവ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾ മാറി വലിയ ആശ്വാസം ലഭിക്കുകയും മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ ഈ സമയം സാധിക്കുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മടുപ്പ് തോന്നാൻ സാധ്യതയുള്ള സമയമാണിത്. എന്നാൽ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ച വിഷയങ്ങൾ പഠിക്കാൻ അവസരം ലഭിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് അല്പം കാലതാമസം നേരിട്ടാലും നല്ലൊരു ജോലി ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. അതേസമയം ജോലിസ്ഥലത്ത് അനാവശ്യ തർക്കങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനും സാധ്യതയുള്ള സമയമാണിത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർ വിസ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ടീച്ചിങ്, ബാങ്കിംഗ്, ലീഗൽ, അഡ്മിനിസ്ട്രേഷൻ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കരിയറിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. വിവാഹപ്രായമായവർക്ക് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാൻ അല്പം കാലതാമസം വന്നേക്കാം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഊഹക്കച്ചവടങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് പണം കടം കൊടുക്കാതിരിക്കുക. വ്യാഴദൃഷ്ടി മൂലം അഷ്ടമവ്യാഴത്തിൻ്റെ ദോഷങ്ങൾക്കിടയിലും ചില അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ വ്യക്തിത്വവും ആത്മവിശ്വാസവും വർദ്ധിക്കുകയും സമൂഹത്തിൽ നല്ല പേര് സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കുകയും സന്താനങ്ങൾ മുഖേന സന്തോഷം ലഭിക്കുകയും ചെയ്യും. 2027 ജനുവരി അവസാനം മുതൽ വ്യാഴം വക്രഗതിയിൽ വീണ്ടും അഷ്ടമരാശിയിലേക്ക് തിരികെ പോകുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും വീണ്ടും ചില തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന വ്യാഴമാറ്റത്തിന് ശേഷം ധനുക്കുറുകാർക്ക് തുടക്കത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് മാറുമ്പോൾ വലിയ ആശ്വാസവും പുരോഗതിയും ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധനുക്കുറു ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മകരക്കുഴി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.